തിര പോലത്തെ സിനിമയല്ല, തിര വേറെ, ഇത് വേറെ. ശ്രീനിവാസൻ വന്ന വഴി തിരിച്ചുപോയി. ഓക്കെയാണ്. തിരയുടെ ഒരു സിമിലാരിറ്റി തോന്നി. തിരയുടെ ഒപ്പം തന്നെ നിൽക്കുന്നു. ഉണ്ട്, അങ്ങനെ തോന്നി. നല്ലായിരുന്നു, കണ്ടിരിക്കാൻ. എല്ലാം നന്നായിട്ടുണ്ട്. സിനിമ തിര പോലത്തെ സിനിമയല്ല, തിര വേറെ, ഇത് വേറെ. ആക്ഷനാണ്. കൊള്ളാം. ഒന്നാം പകുതി ഗംഭീരമാണ്, രണ്ടാം പകുതി ഇത്തിരി വീക്കായിട്ടുണ്ട്. നോബിൾ എങ്ങനെയുണ്ട്? നമ്മുടെ നോബിൾ നന്നായിട്ടുണ്ട്. കാരണം നോബിൾ നമ്മള് മൂന്നാമത്തെ പടമാണെന്ന് തോന്നുന്നത്. മലയാളത്തിൽ മാത്യൂസ് വന്നായിരുന്നു, മുകേഷ് ചേട്ടനുമായിട്ടൊക്കെ സിനിമ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഫിലിപ്സ് കണ്ടിട്ടുണ്ട്. പിന്നെ അയാളുടെ ഒന്നാമത്തെ പടവും ഞാൻ കണ്ടിട്ടുണ്ട്. ശരത് കുമാറിന്റെ തമിഴ് സിനിമ ഉണ്ടായിരുന്നു അല്ലേ? അത് കണ്ടിട്ടില്ല. അയാളുടെ മലയാളം പടം ഉണ്ടായിരുന്നു, മറ്റേ ബെന്നിപ്പി നാരായണന്റെ മോളായിരുന്നു പടം. നോബിള് നന്നായിട്ടുണ്ട്. ബാബുരാജ് കൊള്ളാം, മനസ്കേ ബാബുരാജിന്റെ ഒരു കൊള്ളാം. അത്യാവശ്യം വർക്കിംഗ് ആണ്. പക്ഷെ അത് ഈ സിനിമയിൽ ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. വന്നിട്ടുണ്ട്. അപ്പം അതാണ്. പിന്നെ നമ്മുടെ ആശാൻ കൊള്ളാം, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് വില്ലനാണ്. അയാൾ നന്നായിട്ടുണ്ട്. എല്ലാവരും DOP കൊള്ളാം, ജോമണ്ടി ജോൺ, ഷാൻ റഹ്മാൻ കൊള്ളാം, എഡിറ്റിംഗ് കൊള്ളാം, രഞ്ജന പ്രഹാം, ഇവരൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ മലയാളികൾക്ക് ഇത് ദഹിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. കാരണം ഇങ്ങനത്തെ സിനിമകൾ, കാരണം ഒരു പക്ക ഇന്റർനാഷണൽ ബോളിവുഡ് സ്റ്റൈലാണ് എടുത്തിരിക്കുന്നത് അല്ലെ? ഓക്കെ ആണ്. ഫസ്റ്റ് ഹാഫ് ഓക്കെ, അതൊക്കെ ഓക്കെ, നമ്മൾ അത് പ്രതീക്ഷിച്ചാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും വിനീത് ശ്രീനിവാസന്റെ ചില ദൗർബല്യങ്ങളുണ്ട്. പ്രേമൊന്നും അല്ല, പുള്ളിയുടേതായിട്ടുള്ള ചില കോമഡിയായി പോയി. ആ ഒരു സാധനം ഇതിനകത്ത് ഇങ്ങനെ കയറ്റിയത് പോലെ അതൊരു മൊത്തത്തിലുള്ള ഒരു കല്ലുകടിയായിട്ട് കൊണ്ടുപോയി സെക്കൻഡ് ഹാഫിൽ. ബാക്കിയില്ല ഓക്കെ. ബോളിവുഡ് സ്റ്റൈലാണ്. ഫോറിനർ വിദേശത്തല്ല. ഫാസ്റ്റ് മൂവിങ് കൊള്ളാം. ഞാൻ വിനീത് കാണണമെന്ന് കരുതി കണ്ടില്ല. അത് നന്നായിരുന്നു. ഹീറോ നന്നായിരുന്നു. ശ്രീനിവാസൻ വന്ന വഴി തിരിച്ചുപോയി. പടം പൈസ മുടക്കി അനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട് വന്നിട്ടില്ല. കാരണം ഈ സിനിമ കാണാനുള്ള 2-3 ഫാക്ടേഴ്സ് വന്ന് വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷൻ, പിന്നെ നോർമലി ഷാൻ റഹ്മാൻ, ജോമണ്ടി ജോൺ, അതൊന്നുമല്ല. പക്ഷെ ഈ വിനീതിന്റെ ഒരു വ്യത്യസ്തമായ ആക്ഷൻ. പക്ഷെ ഇതെന്ന് പറയുക, ആദ്യത്തെ സിനിമ ഉണ്ടല്ലോ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനുള്ള തിര എന്നല്ല സിനിമ. ആ തിരയുടെ അതേ റിസംബ്ലൻസും ആ ഒരു ടെംപ്ലേറ്റിൽ എടുത്ത പോലെ ഉണ്ട്. ആ ഒരു പാറ്റേണാണ് പ്രത്യേകിച്ച്. പക്ഷേ ഇച്ചും കൂടെ മറ്റേതാകുമ്പോൾ ട്രാഫിക്കിംഗ് ആയിരുന്നു, ഇതും ട്രാഫിക്കിംഗ് തന്നെ. മറ്റേത് ലോക്കലായിരുന്നു, മറ്റേത് കൊൽക്കത്തയിലെങ്ങനെ നടന്ന സംഭവം, വെസ്റ്റ് ബംഗാളിലോ കൊൽക്കത്തയിലോ. ഇത് ഇന്റർനാഷണൽ, റഷ്യയിലും അമേരിക്ക നടക്കുന്ന സംഭവം. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം ടെംപ്ലേറ്റാ, സെയിം സംഭവം തന്നെ. ഇല്ല. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പോകുമ്പോഴാണ് ബാബു ഇവിടെ നമ്മുടെ ഇങ്ങേരുടെ കോമഡി കയറി വരുന്നത്. ആരാ? ബാബുരാജിന്റെ പന്ന കോമഡിയും കൂടെ ആകുമ്പോഴത്തേക്ക് വീണ്ടും സിനിമ താഴോട്ട് പോകും. പക്ഷെ അതൊരു നമ്മളെ ഒന്ന് എന്താ പറയാ എൻഗേജ് ചെയ്യിക്കാനും ഒന്ന് രസിപ്പിക്കാൻ ചെയ്തതായിരിക്കും. പക്ഷെ അത് എനിക്കൊരു ട്രാജഡി ആയിട്ടൊക്കെ അങ്ങനൊന്നുമല്ല. വിനീത് ശ്രീനിവാസൻ ട്രൈ ആണ്, അതൊരു നല്ല ട്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മലയാളി ഓഡിയൻസിന് കണക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ സിനിമകൾ കണ്ടിട്ടുണ്ട്, കമലഹാസന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, ഒരു തീവ്രവാദികളെ ഇങ്ങനെ രക്ഷപ്പെടുന്നത്. പക്ഷെ ആ ഒരു സംഭവത്തെ ആ ഒരു ടെംപ്ലേറ്റ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. പടം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആക്ഷനാണ്. എനിക്ക് തോന്നുന്നത് വിനീത് ശ്രീനിവാസന് ഇങ്ങനത്തെ സിനിമ ഒന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരന് മറ്റേ ലവ് സ്റ്റോറിയൊക്കെ നന്നായിട്ട് ചെയ്യും. ഹൃദയം ലാഗുണ്ട് പടം. പിന്നെ പുള്ളി നായകന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. പിന്നെ വിദേശത്താണ്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ വിദേശമാണ് മൊത്തം കാണിക്കുന്നത്. സാധാരണ നമ്മള് സിനിമയിൽ കാണാറുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത് വേറെ പുതുമയൊന്നും പറയാനൊന്നുമില്ല. പൈസയും മുടക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയൊരു ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു, അതൊന്നും കണ്ടില്ല. അതെ. അങ്ങനെ ഒരു ത്രില്ലിങ് സ്വഭാവമൊന്നും സിനിമയിൽ ഞാൻ കണ്ടില്ല. ഒരു നോർമൽ സിനിമ അത്രേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. ഒരു ടൈം വാച്ച് അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാൽ ഒരുപാട് ബോറാക്കിയിട്ടും ഇല്ല സിനിമ, അത്രേ ഉള്ളൂ.